ഞങ്ങൾ വായ്പ ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കും. ഞങ്ങൾ വായ്പ ഞങ്ങളുടെ കുടുംബത്തിന്റെ ക്ഷേമത്തിനായി ഉപയോഗിക്കും. ഞങ്ങൾ വായ്പയുടെ ഗഡുക്കൾ കൃത്യസമയത്തിന് അടയ്ക്കും. ഞങ്ങൾ കഴിയുന്നത്ര സമ്പാദിക്കും. ഞങ്ങൾ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകും. ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ എല്ലാ സുഖദുഃഖങ്ങളിലും ഞങ്ങൾ കൂടെ നിൽക്കും. ഞങ്ങൾ കമ്പനിയുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നതാണ്. ഞങ്ങൾ ചെയ്യുന്നതെന്തിനും പറയുന്നതെന്തിനും ദൈവം സാക്ഷിയായിരിക്കും. നിങ്ങളോടെല്ലാം ഈ കാര്യം പറയുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ നമ്മളുടെ കമ്പനിയുടെ സോണൽ മാനേജർ പ്രീതി മാഡം വന്നിട്ടുണ്ട്. ഞാൻ ലക്ഷ്മിജിയോട് അഭ്യർത്ഥിക്കുന്നു, ഈ പൂച്ചെണ്ട് നൽകി പ്രീതി മാഡത്തെ സ്വാഗതം ചെയ്യൂ. ഇനി ഞാൻ പ്രീതി മാഡത്തിനോട് അഭ്യർത്ഥിക്കുന്നു അവരുടെ വിലയേറിയ ചിന്താഗതികൾ നിങ്ങളുമായി പങ്കിടാൻ. നന്ദി സുരേഷ് ജി. ആദ്യമായി തന്നെ ഞാൻ നിങ്ങളേവരെയും അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാം എപ്രകാരമാണോ നിങ്ങളുടെ വ്യവസായത്തെ വളർത്തിയത്, കൂടാതെ കുടുംബത്തിന്റെ ഉയർച്ചയ്ക്കായി ശ്രമിച്ചത്, ഇതെല്ലാം കണ്ടിട്ട് എനിക്ക് വളരെ സന്തോഷമായി. ഇപ്രകാരം നിങ്ങൾ കമ്പനിയിൽ നിന്നെടുത്ത വായ്പയും വളരെ സത്യസന്ധമായി തന്നെ അടയ്ക്കുന്നുമുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. തോന്നുന്നത് മൈക്രോ ക്രെഡിറ്റ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടുവെന്ന് സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് തോന്നുന്നു ലക്ഷ്മി ചേച്ചി? ഉപകാരപ്രദം തന്നെയല്ലേ? വളരെ പ്രയോജനകരമാണ്. ആദ്യമൊക്കെ കാര്യങ്ങൾക്ക് പൈസ ആവശ്യം വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കഷ്ടപ്പെടുകയായിരുന്നു. പിന്നല്ലതെന്താ, നോക്ക്, ബാങ്ക് എളുപ്പത്തിൽ ലോൺ തരുന്നതേയില്ല. പിന്നെ പലിശക്കാരുടെ കയ്യിലെ പൈസയ്ക്ക് ഭയങ്കര പലിശയും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളിൽ കഷ്ടപ്പെടുകയായിരുന്നു ഞങ്ങൾ. പക്ഷെ നിങ്ങളുടെ ഫൈനാൻസ് കമ്പനി വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വായ്പ തന്നു. എന്ത് പറയുന്നു കൂട്ടരെ, നിങ്ങളും എന്തെങ്കിലും പറയുന്നത്? അതെ മാഡം, ലക്ഷ്മി വാസ്തവമാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ട് വളരെ സന്തോഷമുണ്ട്. കാരണം ചിലയിടങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങളും നടന്നിട്ടുണ്ട്. അതിലൂടെ ഈ പദ്ധതിയുടെ ദുരുപയോഗവും നടന്നിട്ടുണ്ട്. അതുകൊണ്ട് കമ്പനിക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കൂട്ടത്തിൽ സ്ത്രീകൾക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട്. മാഡം, താങ്കൾ രാംനഗറിലെ അംബെ ഗ്രാമത്തിൽ സംഭവിച്ച കാര്യമാണ് പറയുന്നതല്ലേ? ശരിയാണ്, പറഞ്ഞത് ശരിയാ. അവിടെ എന്താണ് സംഭവിച്ചത് മാഡം? അംബെ ഗ്രാമത്തിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. സാധാരണക്കാർ. മാധവൻ, അയാളുടെ ഭാര്യ സുശീല, ചിമ്മുവും അമ്മുവും അടങ്ങുന്ന സന്തുഷ്ട കുടുംബം. ഒരു ദിവസം മാധവ ഇവിടെ ആരുമില്ലേ? ഇതാരാണോ? ഒന്ന് നോക്കിയേ. ഇതാരാ? നാനാബായോ? നാനാബായി വന്നിരിക്കുന്നു. വരൂ വരൂ വരൂ, ഇവിടെ ഇരിക്കൂ. എന്ത് ചൂടാണ് നിങ്ങളുടെ ഗ്രാമത്തില്. ഞാൻ ആകെ വിഷമിച്ചു പോയി. അതെ അതെ. ഇതാ വെള്ളം കുടിക്കൂ. ഈശ്വര, എന്തൊരു സുഖം. എന്തൊക്കെയാണ് സുശീല ചേച്ചി, സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. അല്ല, കുട്ടികൾ എവിടെ? കാണാനില്ലല്ലോ. അവരിവിടെ അടുത്തുള്ള ഗ്രാമത്തിൽ പിക്നിക്കിന് പോയിരിക്കുകയാണ്. അത് ശരി, കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നതാ. അയ്യോ അയ്യോ, എന്തിനാ വെറുതെ ബുദ്ധിമുട്ടായില്ലേ? എന്ത് ബുദ്ധിമുട്ട്, നമ്മുടെ കുട്ടികളല്ലേ. പിന്നെ ചേച്ചി, മാധവൻ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? എന്താ മാധവ? ശരിക്കും സുഖം തന്നെയാണ്. എന്താ നാനാജി ഇങ്ങനെ? പക്ഷേ പെട്ടെന്നെന്താ വരാൻ തോന്നിയത്? നിന്റെ ഗ്രാമത്തിലൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പൊ തോന്നി നിന്നെയും കൂടി ഒന്ന് കണ്ടിട്ട് പോവാന്ന്. അത് നന്നായി. പക്ഷേ എന്താ കാര്യം പറയൂ. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ പോവാ. എന്ത് ബിസിനസ്? തുണിയുടെ ബിസിനസ്. അതിനല്ലേ ഈ ഗ്രാമത്തിൽ വന്നത്. നന്നായി. തുണിയുടെ ബിസിനസ് ഗംഭീരായി. നിങ്ങൾ വലിയൊരു കാര്യമാണല്ലോ ചെയ്യാൻ പോകുന്നത്. എടോ, ഞാൻ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മടുത്തു. അപ്പൊ വിചാരിച്ചു
ഇനി പുതിയ ബിസിനസ് തുടങ്ങാന്ന്. ഇതാ ചായ കുടിക്കൂ. പക്ഷെ സാറേ, ഈ ബിസിനസ് ചെയ്യാൻ കുറെ പൈസ വേണ്ടി വരില്ലേ? പിന്നെ എന്റെ ചേച്ചി, വലിയ കാര്യം ചെയ്യാൻ ധാരാളം പൈസയും വേണല്ലോ. എന്താ മാധവ? അത് പിന്നെ ശരിയല്ലേ. ആ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ അടുത്ത് വന്നത്. എന്റെ അടുത്തോ? ഉം. എന്തിനാ പാവങ്ങളെ കളിയാക്കുന്നേ? ഞാനെങ്ങനെ നിങ്ങളെ സഹായിക്കും? നീയല്ല, സുശീല ചേച്ചി. ഞാനോ? ആ, ഞാൻ ഇവിടുത്തെ തുണിയും പാത്രങ്ങളും ഒക്കെ കഴുകുന്ന ആളാണ്. എനിക്ക് എന്തറിയാം ഈ ബിസിനസിനെ കുറിച്ച്? അല്ല, ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറഞ്ഞോ? എനിക്ക് പൈസ കൊണ്ടുള്ള സഹായം മതി, അതും കുറച്ച് ദിവസത്തേക്ക് മാത്രം. പൈസയുടെ സഹായമോ? ആ, എത്രയാ വേണ്ടത്? 1,00,000 രൂപയെ വേണ്ടു. 1,00,000-മോ? അതെ നാനാജി, 1,00,000 രൂപ പോയിട്ട് 1,00,000 പൈസ പോലുമില്ല വീട്ടിൽ. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താണ് ചെലവ് നടത്തുന്നത്. അതൊക്കെ എനിക്കും അറിയാം. പക്ഷെ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. അതിൽ എനിക്കും പൈസ കിട്ടും, നിങ്ങൾക്കും ഗുണമുണ്ടാവും. എന്ത് ഐഡിയ ആണ്? നിങ്ങൾക്കറിയില്ലേ ഫൈനാൻസ് കമ്പനികൾ മുഖേന ഇപ്പോൾ വായ്പ ലഭിക്കുന്ന കാര്യം? ഹാ, അറിയാം. ഞങ്ങളുടെ അടുത്ത് 4-5 ഫൈനാൻസ് കമ്പനികൾ വന്നു പോയി കൊണ്ടുമിരിക്കുന്നുണ്ട്. പോരെ, നിങ്ങളും 4-5 സ്ത്രീകളുടെ സംഘം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കും പൈസ ലഭിക്കും. പക്ഷേ ഞങ്ങൾക്ക് വായ്പ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. അതിന് നിങ്ങളോട് ആര് പറഞ്ഞു പൈസ വാങ്ങാൻ? നിങ്ങൾ സംഘം ഉണ്ടാക്കി വായ്പ സ്വന്തമാക്കണം. പൈസ കയ്യിൽ വന്നാൽ അതെനിക്ക് തന്നുള്ളൂ. അപ്പൊ ഗഡുക്കൾ ആരടയ്ക്കും? അല്ല, എന്താ ഈ പറയുന്നേ? ഞാൻ അടക്കും സുഹൃത്തെ. അതിനർത്ഥം പേര് ഞങ്ങളുടെ, വായ്പ മുഴുവനും നിങ്ങൾക്കും, അതടയ്ക്കുന്നതും നിങ്ങൾ തന്നെ, അങ്ങനെയല്ലേ? തികച്ചും ശരിയാണ് ചേച്ചി പറഞ്ഞത്. കണ്ടോ മാധവ, നിന്നെക്കാളും നന്നായിട്ട് ചേച്ചിയുടെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ചേച്ചി, ഈ സഹായത്തിന് പകരമായി ഞാൻ നിങ്ങൾക്ക് 2,000 രൂപയും തരും. 2,000 രൂപയോ? എന്താ, കുറഞ്ഞു പോയോ? ശരി പോട്ടെ, 3,000 രൂപ തരാം. പിന്നെ കൂട്ടത്തിൽ ചേച്ചി ബാക്കി സ്ത്രീകൾക്ക് 1,000 രൂപ കൊടുക്കാം. പിന്നെ സുഖമായിട്ട് മുന്നോട്ട് പോകാലോ. പക്ഷെ നാനാ, ഞങ്ങൾ ഇതിലെങ്ങാനും പെട്ടുപോകുമോ? നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഇതിൽ എന്തെങ്കിലും ചതിയുണ്ടെങ്കിൽ ഞാൻ എന്റെ സ്വർണം പോലുള്ള ചേച്ചി ഇതിൽ കൊണ്ടുവരുവോ? അത് കൊള്ളാം. നിങ്ങൾക്ക് എന്നെ ഇത്രയ്ക്കും വിശ്വാസമില്ല. അതല്ല, ഞങ്ങൾക്ക് നിങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പിന്നെന്താ? പക്ഷേ ആലോചിക്കാൻ കുറച്ച് സമയം തരുമെന്ന്. എനിക്കും മറ്റു സ്ത്രീകളോട് ആലോചിക്കണം. അവരോട് ആലോചിക്കാതെ ഞാൻ നിങ്ങളോട് എങ്ങനെ ഹാ എന്ന് പറയും? എന്റെ ചേച്ചി, നിങ്ങളല്ലേ പറഞ്ഞത് ആകാശത്ത് നിന്ന് ദേവത ഇറങ്ങി വരുമെന്ന്? പിന്നെയല്ലേ ഈ പെണ്ണുങ്ങളുടെ കാര്യം. പിന്നെ ഇവിടുത്തെ ഈ എല്ലാ സ്ത്രീകളും നിങ്ങൾ പറഞ്ഞാൽ കേൾക്കും. എനിക്കത് അറിയാം. എങ്കിലും കുറച്ച് സമയം വേണമല്ലോ. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇന്ന് 28-ാം തീയതി, ഞാൻ 1-ാം തീയതി വരാം. അപ്പോഴേക്കും നിങ്ങൾ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കും. എന്താ മാധവ, ഈ കാര്യത്തിൽ എന്നെ സഹായിക്കേ. ഈ ബിസിനസ്സിൽ രക്ഷപ്പെട്ടാൽ ഞാൻ നിന്നെ 25% പാർട്ട്ണറാക്കാം. ശരി നാനാജി, ഞങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യാം. ആയിക്കോട്ടെ. താങ്കൾ ഊണ് കഴിച്ചിട്ട് പോയാൽ മതി. വേണ്ട ആ, വേണ്ട അതെ, വേണ്ട വേണ്ട. അതെ. ഇനി കുറെ കാര്യങ്ങൾ ബാക്കിയുണ്ട്. ഇപ്പൊ പുതിയ ബിസിനസ് അല്ലേ, സമയം തീരെയില്ല. അടുത്ത തവണ വരുമ്പോൾ വയറ് നിറച്ചുണ്ണാം. ശരി പോട്ടെ. അത് ശരി. പക്ഷേ ഒരു കാര്യം ചേച്ചി, ആ സംഘത്തിന്റെ കാര്യം വേഗം ചെയ്യണേ. എല്ലാ ജോലികളും തീർത്തിട്ടല്ലേ വന്നിരിക്കുന്നത്. പോകാൻ തിടക്കമൊന്നുമില്ലല്ലോ. സുശീല തന്നെ 4 സ്ത്രീകളെ സംഘടിപ്പിച്ചു. അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അവരുടെ അപ്രൈസർ റിപ്പോർട്ട് നല്ലതായിരുന്നതുകൊണ്ട് അവർക്ക് 75,000 രൂപയുടെ വായ്പ ലഭിച്ചു. അതവർ നാനയ്ക്ക് കൊടുത്തു. ആദ്യമൊക്കെ ഞാൻ ആ സമയത്ത് തന്നെ ഗഡു അടച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതെ, ഞാനൊന്ന് പറയട്ടെ. നാനാബായി ഇതുവരെ വന്നിട്ടില്ല. നാളെ ഗഡു അടയ്ക്കേണ്ടതാണ്. അതെ, വരുമെന്ന്. ബിസിനസ്സിൽ ചില ഉയർച്ച താഴ്ചകളൊക്കെ ഉണ്ടാകും. നീ വിഷമിക്കാതിരിക്കേ. ഒരു ചപ്പാത്തി കൂടി താ. അല്ല, അയാൾ വന്നില്ലെങ്കിൽ നമ്മൾ എവിടെ നിന്ന് പൈസ അടയ്ക്കും? അതെങ്ങനെ വരാതിരിക്കും? ഇന്ന് വരെ അയാൾ വാക്ക് പാലിച്ചിട്ടില്ലേ? പിന്നെ കഴിഞ്ഞ 3 മാസത്തെ ഗഡു അടച്ചിട്ടുമുണ്ടല്ലോ. ഹാ, അടച്ചിട്ടുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വളരെ വൈകിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പേടി. ഞാനൊന്ന് പറയട്ടെ, നിങ്ങളൊന്ന് ഫോൺ ചെയ്യൂന്നേ. നിങ്ങൾ ഈ സ്ത്രീകളുണ്ടല്ലോ, എപ്പോഴും പരിഭ്രമിച്ചുകൊണ്ടിരിക്കും. ശരി, ആഹാരം കഴിച്ചിട്ട് ഫോൺ ചെയ്യാം. അതൊപ്പം തന്നെ ചെയ്യണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്.
ആദ്യം ആഹാരം കഴിക്കൂ, എന്നിട്ട് ഫോൺ ചെയ്താൽ മതി. ആ ആ ശരി 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 വെക്കട്ടെ. എന്തായി? ഞാൻ പറഞ്ഞില്ലേ അത് തന്നെ കാര്യം. ബിസിനസ് കാര്യത്തിനായി ഞാൻ പൂനെയിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ തങ്ങിയിരിക്കുകയാണ്. നാളെ തിരിച്ചെത്തുമല്ലേ? ഇല്ല, ഏതാണ്ട് 3-4 ദിവസം എടുക്കും. 3-4 ദിവസമോ? അപ്പൊ നാളെ പൈസ ആരടയ്ക്കും? നീ എന്തെങ്കിലും ചെയ്യേ. നമ്മുടെ സംഘത്തിലെ സ്ത്രീകളുമായി സംസാരിക്കേ. അവരെ പറഞ്ഞ് മനസ്സിലാക്ക്. ഞാൻ 2-3 ദിവസത്തിനുള്ളിൽ വരും, ഗഡു അടയ്ക്കും. എന്നാ ശരി, എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഒരു മാസത്തിന് ശേഷം. അതെ, ആ നാനാബായിയുമായി സംസാരിച്ചുവോ? അത് 2-3 ദിവസമായി ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ ഫോൺ കിട്ടുന്നില്ല. എന്തായാലും ഗഡു അടയ്ക്കാൻ 2-3 ദിവസം കൂടി ബാക്കിയുണ്ടല്ലോ. നോക്ക്, നിങ്ങൾ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കുന്നു. ശരി, ചെയ്യാം. എന്തു പറ്റി? തുടർച്ചയായി ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്ക്, എനിക്ക് തോന്നുന്നത് തീർച്ചയായും എന്തോ പ്രശ്നമുണ്ടെന്നാണ്. ഞാനെന്താ പറയണെന്ന് വെച്ചാൽ, നിങ്ങൾ നേരിട്ട് നാരാബായുടെ വീട്ടിൽ പോയി നോക്കുന്നു. നീ പറഞ്ഞതാ ശരി. ഇന്നീ ജോലി ചെയ്യട്ടെ, നാളെ നാനാബായുടെ ഗ്രാമത്തിലേക്ക് പോകാം. എന്തു പറ്റി? നാനാബായിയെ കണ്ടോ? ഗഡു അടയ്ക്കാൻ പൈസ തന്നു അല്ലേ? തന്നില്ലേ? ആ ആള് തന്നെ നേരിട്ട് വന്ന് തരുമല്ലേ? കടയോ? ഈ കള്ളൻ എവിടെയാ സ്വന്തം കട? അതെ, എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നേ? എന്തെങ്കിലും പറയൂന്നേ. എന്റെ ദൈവമേ, എന്തു പറ്റി? എന്താ കാര്യം? സുശീല, നമ്മൾ വഞ്ചിക്കപ്പെട്ടു സുശീല. എന്നുവെച്ചാ? ആ ഞാൻ 1-ാം നമ്പർ കള്ളനാണ് സുശീല. അതെ, അയാള് ചീട്ട് കളിച്ച് പണമെല്ലാം തൊലച്ചു. ആർക്കും അറിയില്ല ഇപ്പൊ എവിടെയാന്ന്. അയാൾ തുണിയുടെ ഒന്നും ബിസിനസ് തുടങ്ങിയിട്ടില്ല. അയാൾ ചീട്ട് കളിച്ചും കുടിച്ചും പണമെല്ലാം നഷ്ടപ്പെടുത്തി. അയാൾ ധാരാളം ആളുകളെ വിഡ്ഢിയാക്കി. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. എന്റെ ദൈവമേ, നമ്മൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇത് മഹാ കഷ്ടമായി പോയി മാഡം. മാഡം, പിന്നെ സുശീൽ എന്ത് ചെയ്തു? ആ പാവം എന്ത് ചെയ്യും? അവൾ ശരിക്കും വഞ്ചിക്കപ്പെട്ടു പോയി. കമ്പനിക്ക് അവളുടെ സഹാനുഭൂതി ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? കമ്പനി അവൾക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ കൂടുതൽ അവധി നൽകിയിരുന്നു. പക്ഷേ സംഘത്തിലെ മറ്റ് സ്ത്രീകൾ പണം തിരിച്ചടയ്ക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റില്ല. സുശീലയുടെ കയ്യിലുള്ളതെല്ലാം വിറ്റ് വായ്പ തിരിച്ചടയ്ക്കേണ്ടി വന്നു. ആ നാന കാരണം കുടുംബം മുഴുവനും നശിച്ചുപോയി. പാവം സുശീല. ഒരു കാര്യം പറയട്ടെ മാഡം, അതുപോലൊരാൾ ഞങ്ങളുടെ അടുത്തും വന്നിരുന്നു. നിങ്ങൾ സംഘം ഉണ്ടാക്കൂ, വായ്പയെടുക്കൂ, അതിനു പകരം നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും, ഇതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ സംഘത്തിലെ സ്ത്രീകൾ ഇളകിയില്ല. ഞങ്ങൾ ആരും തന്നെ അയാളുടെ വലയെ വീണില്ല, അല്ലേ? അവസാനം പോയി. അങ്ങനെ തന്നെ ചെയ്യണം. അങ്ങനെ നിങ്ങളെല്ലാം ഒന്നിച്ചു നിന്നാൽ ആർക്കും നിങ്ങളെ വിഡ്ഢികളാക്കാൻ പറ്റില്ല. മാഡം, ആ രാംനഗറിലെ കേസിനെ പറ്റി പറയൂ. ഓഹോ, പറയാം. പക്ഷെ നിങ്ങൾക്ക് ഇരിക്കാൻ സമയമുണ്ടല്ലോ, അല്ലെങ്കിൽ നാം നേരം പോക്ക് പറഞ്ഞിരിക്കും, ജോലികളെല്ലാം ബാക്കി കിടക്കും. ഇല്ലല്ല, താങ്കൾ വിഷമിക്കേണ്ട. താങ്കൾ പറഞ്ഞുകൊള്ളൂ, അതുകൊണ്ട് ഞങ്ങളുടെ അറിവ് കൂടുകയുള്ളൂ, അല്ലേ? അതെ. രാംനഗറിൽ രേവതി തന്റെ ഭർത്താവുമൊത്ത് സുഖമായി കഴിയുകയായിരുന്നു. അപ്പൊ രേവതി, ഈ മാസം നീ കടയിൽ നിന്ന് ധാരാളം പണം സമ്പാദിച്ചല്ലോ. എല്ലാം വായ്പ തന്ന കമ്പനിയുടെ കൃപയാണ്. അവർ തന്ന വായ്പ നിമിത്തമാണ് നമ്മൾക്ക് ഈ മെഷീൻ വാങ്ങാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്റെ ടൈലറിംഗ് ജോലിയൊക്കെ എത്ര നന്നായിട്ടാണ് നടക്കുന്നത്. അതെ അതെ, അത് ശരിയാണ്. അല്ലാതെ പിന്നെ
ഞങ്ങളുടെ സംഘത്തിലെ സ്ത്രീകളെല്ലാം ഇതുപോലെയാണ് സ്വയം തൊഴിൽ കണ്ടെത്തിയത്. ശരിയാ, എന്റെ ജോലി നന്നായി നടക്കുന്നുണ്ട്. ഉം. തോന്നുന്നത് നല്ല കാലം വന്നൂന്നാ. ആ. ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഉം. കുറെ ദിവസമായി ഞാനൊരു കാര്യം ആലോചിക്കുന്നു. എന്ത് കാര്യം? ആലോചിക്കുകയാണ്, ഒരു മോട്ടോർ സൈക്കിൾ വാങ്ങിയാലോ? മോട്ടോർ സൈക്കിളോ? അതെ, നമ്മുടെ റേഷൻ കടക്കാരൻ രാജുവിന് അവന്റെ സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിൾ കൊടുക്കണമെന്നുണ്ട്. വിചാരിക്കുകയാണ് അത് വാങ്ങിയാലോന്ന്. ശരി, പക്ഷെ എത്രയാകും? 12,000 പറയണത്. 10 എന്തായാലും കിട്ടും. 10,000-മോ? ആ എന്റെ ഭഗവാനെ, ഇത്രയും പൈസ എവിടുന്ന് കിട്ടാനാ? അതും ശരിയാണ്. നിനക്കൊരു കാര്യം ചെയ്യാവോ? എന്ത്? വേറെ കമ്പനിയിലെ സംഘത്തിൽ അംഗാവൂ. വേറൊരു വായ്പ കൂടി എടുക്ക്. ഹോ, ഇനിയും ഒരു വായ്പയോ? നമ്മളൊരു വായ്പ എടുത്തിട്ടില്ലേ? ഇനിയും ഒരു വായ്പ എടുത്താൽ അതിന്റെ ഗഡുക്കൾ ആരടയ്ക്കും? അതിന് നീ എന്തിനാ വിഷമിക്കുന്നേ? നിന്റെ ജോലിയൊക്കെ നന്നായി നടക്കുന്നില്ലേ? കൂട്ടത്തില് എനിക്കും നല്ല കോൺട്രാക്ട് കിട്ടുന്നുണ്ട്. ഗഡുക്കൾ അടയ്ക്കാന്നേ. പാപ്പ, നമുക്ക് കളർ ടി വി വാങ്ങിക്കൂടെ? അതേ എന്റെ മോളെ, ഇത്രയും പൈസ എവിടുന്ന് കിട്ടും? പാപ്പ, നമുക്ക് മോട്ടോർ സൈക്കിൾ പിന്നെ വാങ്ങാം. ആദ്യം കളർ ടി വി വാങ്ങാം. മോനെ, നിനക്കറിയോ എനിക്ക് ജോലിക്ക് വേണ്ടി എവിടെയൊക്കെ പോകേണ്ടി വരുന്നെന്ന്? സൈക്കിൾ ഓടിച്ചോടിച്ച് എന്റെ കാലാകെ വേദനയാണ്. അതാണ് ഞാൻ മോട്ടോർ സൈക്കിൾ വാങ്ങുന്നത്. മനസ്സിലായോ? ഇതെന്ത് പപ്പ പറയുന്നത്? മമ്മി, നിങ്ങൾ എന്തെങ്കിലും പറയുന്ന പപ്പയോട്. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം മമ്മി, നിങ്ങൾ കൂടുതൽ പൈസ കിട്ടാൻ ശ്രമിക്ക്. അപ്പോൾ നമ്മൾക്ക് മോട്ടോർ സൈക്കിൾ വാങ്ങാം, കളർ ടി വിയും വാങ്ങാം. ദാ, മോൻ ശരിക്കും കാര്യം പറഞ്ഞു. അതേ എന്റെ കുട്ടികളെ, നമ്മൾ എവിടുന്ന് കൊണ്ടുവരും ഇത്രയും പൈസ? പാപ്പ, മോട്ടോർ സൈക്കിൾ പിന്നീട് വാങ്ങാം. ആദ്യം ഞങ്ങൾക്ക് ടി വി വേണം. അതേ പാപ്പ. കൂടുതൽ വാശൊന്നും പിടിക്കണ്ട. പൈസ കൊണ്ടുവരണം. വരൂ, തയ്യാറാകൂ, സ്കൂളിൽ പോകണം. അതെ രേവതി, ഒരു കാര്യം ചെയ്യാം. വേറെ ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങാം. ഒരു മാസത്തെ ഗഡു 3,000 രൂപയല്ലേ വരുള്ളൂ. അയ്യോ, പിന്നെയും ഇത്ര വായ്പയോ? മമ്മി മമ്മി, വേണ്ടെന്ന് പറയല്ലേ. പാപ്പ പറഞ്ഞില്ലേ, കളർ ടി വി വാങ്ങണമെന്ന് പറഞ്ഞാൽ വാങ്ങാൻ തന്നെ വേണം. എന്റെ രേവതി, നീ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? ഞാനുണ്ടല്ലോ, അടച്ചു തീർക്കാം. നീ പേടിക്കാതെ വായ്പ എടുക്ക്. ശരി, ആകട്ടെ. നമ്മൾ കളർ ടി വി വാങ്ങും. തീർച്ചയായിട്ടും വാങ്ങും, തീർച്ചയായിട്ടും വാങ്ങും. രേവതി, എങ്ങനെ പോകുന്നു ജോലിയൊക്കെ? മഞ്ജു, നീയോ? ഇരിക്കുന്നേ. എന്റെ ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നീ പറയ്, നിന്റെ സാരി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. കമ്പനി തന്ന വായ്പ കൊണ്ട് ഞങ്ങളുടെ സംഘത്തിലെ എല്ലാ സ്ത്രീകളുടെ ബിസിനസ്സും നന്നായി പോകുന്നുണ്ട്. അത് ശരിയാണ്. മഞ്ജു, ഒരു കാര്യം പറയട്ടെ. ഞാൻ വേറെ 2 കമ്പനിയോടെ അംഗമായിട്ടുണ്ട്.